ഇങ്ങനെ ഇരുന്ന പോത്തിനെ എങ്ങനെയാണ് 3 മാസം കൊണ്ട് ഈ കൊലത്തിലേക്ക് എത്തിച്ചതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചതിനെ തുടർന്ന് അതിന് തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ തീറ്റ കൊടുക്കുന്ന വീഡിയോയിൽ എനിക്ക് അതിന് ഉള്ള തീറ്റയുടെ വിവരങ്ങളൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മുന്നേ കൊടുക്കുന്ന തീറ്റയിൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് പുളിയരി. ഈ പുളിയരി മേടിച്ചുകൊണ്ട് വന്ന് നല്ലപോലെ വേവിച്ചിട്ട് ഏകദേശം ഒരു 1/2 കിലോയോളമാണ് ഞാൻ എൻ്റെ തീറ്റയിൽ ഒരു ദിവസം ആഡ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാമത് ചേർക്കുന്ന ഐറ്റമാണ് പരുത്തിക്കുരു. അതായത് പരുത്തി വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചേക്കും. ഇത് ഏകദേശം 1 കിലോയോളം ഞാൻ ആഡ് ചെയ്യാറുണ്ട്. 1 കിലോ വെള്ളത്തിയിട്ട് കുതിർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിലേക്ക് എത്തും. ഇത് ആഡ് ചെയ്യാറുണ്ട്. അപ്പം പരുത്തിക്ക് നമ്മുടെ ഇവിടെ 40-നടുത്ത് വില വരുന്നുണ്ട്. പുളിയരിയും കിലോയ്ക്ക് 40 രൂപ വില വരുന്നുണ്ട്. പിന്നെ ചേർക്കുന്ന മൂന്നാമത്തെ ഐറ്റമാണ് ഉഴുന്നൂലി. ഇത് കിലോ 20 രൂപയാണ് വില വരുന്നത്. ഇത് ഏറ്റവും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്കിവിടെ. അപ്പോൾ ഉഴുന്നൂലി ഏകദേശം ഒരു 1.5 കിലോയോളം ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉഴുന്നൂലിയാണ് ഇടാറ്. അത് അതിന് വില കുറവായതുകൊണ്ടും നല്ലതായതുകൊണ്ടും അത് കൂടുതൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതും ഒരു 3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കും. പിന്നെ മുട്ട ഞാൻ അങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല. ഈ അടുത്തിടെ മാത്രമാണ് കുറച്ച് കൊടുത്തത്. അത് ഒരു 9 രൂപ കണക്കാക്കാം. പക്ഷേ ഞാൻ മുട്ട കാശ് കൊടുത്ത് മേടിക്കാറില്ല. വീട്ടിൽ കോഴി ഉണ്ടായതുകൊണ്ട് മുട്ട കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരാറില്ലായിരുന്നു. പിന്നെ ഒരു ലിവർ ടോണിക്ക് ഏതെങ്കിലും ഒരു ഐറ്റം ഞാൻ ആഡ് ചെയ്യുമായിരുന്നു. അതും കാശ് കൊടുത്ത് മേടിച്ചില്ല ഇത്തവണ. കാരണം മൃഗാശുപത്രിയിൽ നമ്മൾ കൃത്യമായിട്ട് പോയി ഇടപെട്ടാൽ നമുക്ക് അവിടെ നിന്ന് ലിവർ ടോണിക്ക് ഒരു 1/2 ലിറ്റർ 1 ലിറ്ററിനടുത്തൊക്കെ സൗജന്യമായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇവനിപ്പോൾ ഒരു 10 ml വീതമൊക്കെ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റമാണ് ഞാൻ എൻ്റെ ഫുഡായിട്ട് ഒരു നേരം കൊടുത്തോണ്ടിരുന്നത്. അതും രാവിലെയും പകലും ഒന്നുമല്ല കൊടുക്കുന്നത്. രാത്രി അഴിച്ചുകൊണ്ട് വന്നതിന് ശേഷമായിരിക്കും ആ തീറ്റ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത് മുതലാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. ഇത് എൻ്റെ ഒരു 5ാമത്തെ പോത്താണ്. അപ്പം ഏത് രീതിയിൽ തീറ്റ കൊടുത്താലാണ് നന്നാവുക, 3 മാസം കൊണ്ട് നന്നാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണം മാത്രമാണ് ഇത്. എന്തുകൊണ്ടും പച്ചക്കറി വേസ്റ്റും ചിലവ് ചുരുക്കമുള്ള തീറ്റയും കൊടുത്ത് വളർത്തുന്നത് തന്നെയാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടാൻ നല്ലത്.